നമ്മൾ എസിന്റെ കേബിള് ചൂസ് ചെയ്യുന്ന സമയത്ത് എത്ര ടണ്ണേജിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എസിന്റെ കേബിൾ ചൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ പറഞ്ഞ പഴയ 1 ടണ്ണും ഇപ്പത്തെ 1 ടണ്ണും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻവെർട്ടർ എ സിയോ അല്ലെങ്കിൽ ഇപ്പൊ BLDCയിലൊക്കെ നമുക്ക് എ സി വരുന്നുണ്ട്. അപ്പൊ അതായത് അതിന്റെ കംപ്രസറൊക്കെ BLDCയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് എനർജി സേവിങ്സ് ഉണ്ട്. ആ എനർജി സേവിങ്സ് വരുന്നതോട് കൂടി തന്നെ നമുക്ക് കേബിളിന്റെ സൈസ് അവിടെ കുറക്കാൻ പറ്റും. ആ കേബിളിന്റെ സൈസ് അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കേബിൾ 4 സ്ക്വയർ എം നിന്ന് 2.5 സ്ക്വയർ എമ്മിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്രയും കോസ്റ്റ് കുറക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കേസിൽ തന്നെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ലോഡുകൾ വരുന്നത് DB അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ ലോഡുകൾ വരുന്നത് കിച്ചൺ സൈഡിലായിരിക്കും. ഇപ്പൊ കിച്ചണിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ മിക്സറിന്റെ പോയിന്റ്, അതേപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ചിലപ്പോൾ കിച്ചണിന്റെ സൈഡിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ സിങ്കിന്റെ അടിയിൽ ഈ ഫുഡിന്റെ ഒക്കെ വേസ്റ്റ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രഷറിന് പോയിന്റ് കൊടുക്കും. പിന്നെ നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിന്റെ അടിയിൽ തന്നെ വേറൊരു പോയിന്റ് കൊടുക്കും. ഇങ്ങനെയുള്ള പവർ പോയിന്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് കിച്ചൺ സൈഡിലാണ്. അതായത് 2.5 സ്ക്വയർ എമ്മിന്റെ കേബിൾസ് ഡ്രോ ചെയ്യുന്നത് കിച്ചൺ സൈഡിലേക്കായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് DB കിച്ചന്റെ സൈഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പ്രിഫർ ചെയ്യുക. കാരണം DB കിച്ചന്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ സൈഡിൽ നിന്ന് കുറഞ്ഞ ദൂരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും പോയിന്റ്സ് നമുക്ക് വലിച്ചു കൊണ്ടാൻ കഴിയും, കേബിൾ വലിച്ചു കൊണ്ടാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ സേവ് ചെയ്യാൻ പറ്റും.